ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ നെസ്റ്റോയിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചോക്ലേറ്റ് സെക്ഷൻ്റെ അവിടെ ആ വഴി കൂടെയാണ് പോണത് ആദ്യം. അപ്പോൾ ചോക്ലേറ്റ് സെക്ഷനിൽ പോയപ്പോൾ കുണാഫ ചോക്ലേറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത് ഒരെണ്ണെടുത്തു. പിന്നെ നൂഡിൽസ് എടുത്തു. പിന്നെ ഫുഡ് സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ നല്ല നല്ല ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി. അവിടെയാണ് സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോണ സമയത്ത് കുറച്ച് ടെഡി ബെയറുകൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങൾക്കത് വാങ്ങാൻ തോന്നിയില്ല. എല്ലാ പാവക്കുട്ടികളെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ അവിടെ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ചെറിയ കുട്ടികളുടെ ബാഗ്സ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ ഈ പൗച്ച് എനിക്ക് ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് ചെളി പിടിക്കും, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ അവിടെ കുറേ പാവകൾ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലഞ്ച് ബാഗ് പിങ്ക് കളറിൽ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാനത് എടുത്തില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഒന്നുണ്ട്. പിന്നെ കുറേ ചെറിയ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വരണം. അപ്പോൾ സ്പോട്ട് എന്നത് തൃശ്ശൂർ നെസ്റ്റോ ആണ്. അങ്ങനെ ഞങ്ങൾ പെന്നിൻ്റെ സെക്ഷൻസൊക്കെ അവിടേക്ക് പോയി. അവിടെ നല്ല നല്ല പേനകളുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സെറ്റാണ്. ഈ സെറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും വന്നത് മസ്റ്റായിട്ട് വാങ്ങുക. പിന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ കുറച്ച് ഇങ്ങനത്തെ പെൻസിൽസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ഷാർപ്നേഴ്സ് ഉണ്ടായിരുന്നു. ഞാനതിൽ ഏതെടുക്കണ്ടേന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ 2-3 എടുത്തു. പിന്നെ നടന്നപ്പോൾ കുറേ ബുക്ക് ചട്ടയുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഫ്രണ്ടിലും കുറേ വാട്ടർ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികളുടെ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻസിലൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട്. ഈ റാബിറ്റിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി. ഏറ്റവും ഫ്രണ്ടിൻ്റെ അവിടേക്ക് പോയപ്പോൾ അവിടെ കുറേ കളേഴ്സ് പെൻസിൻ്റെ സെറ്റ്സും അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പൗച്ചിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് ബോക്സ് എടുക്കണമെന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഇവിടെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഓഫ് ബോക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് വാങ്ങണം. പിന്നെ ഞാനെടുത്തത് ഈ ബ്ലൂ കളറിലെ ലോക്കുള്ള ഒരു ബോക്സാണ്. പിന്നെ അവിടെ കുറേ കളേഴ്സിൻ്റെ സെറ്റുകളുണ്ട്. അവിടെ പോയി അവിടെ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ നല്ല നല്ല ഷേപ്സുള്ള റബ്ബേഴ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. പിന്നെ നെയിം സ്ലിപ്സ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഫിഷിൻ്റെ റബ്ബർ പ്ലസ് ഷാർപ്നർ വരുന്ന ഈ സംഭവം ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ എല്ലാം കുഞ്ഞു പിള്ളേരുടെ ബാഗ്സ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളിത് എടുത്തില്ല. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഫ്ലാസ്കിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുറേ ബോയ്സിന് പറ്റിയ ടോയ്സ്, ബോയ്സിനും ഗേൾസിനും പറ്റിയ നല്ല നല്ല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി കളിച്ചു. പിന്നെ ഈ പാവക്കുട്ടീനെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇത് കയറിയിരിക്കണം. അപ്പം ഞാനത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ അവിടെ ഒരു പാവം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് ഇങ്ങനെ കളിച്ചിട്ട് ഞങ്ങൾ പിന്നെ താഴത്തോട്ട് പോയി. പിന്നെ ബില്ലിടുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിശക്കുന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയി. എലൈറ്റ് ഹോട്ടലിലുള്ള ബിരിയാണിയാണ്. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.